നമസ്കാരം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാന്റെ മരണത്തെ ചൊല്ലി ന്യൂസുകളെല്ലാം നമ്മൾ കാണുന്നു. എല്ലാ മുഖ്യധാര ചാനലുകളിലും യൂട്യൂബ് ചാനലുകളും അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിലേക്ക് ആരും എത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കേരളത്തിലെ ചാർജുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചാർജുള്ള ടി.എ. ജോസഫ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനിക്ക് ബാധ്യതകളില്ല, ആരേക്കൊന്നും ലോൺ വാങ്ങിച്ചിട്ടില്ല, ആരേക്കൊന്നും കടം വാങ്ങിച്ചിട്ടില്ല, ഒരു സാമ്പത്തിക ഇടപാടില്ല എന്ന്. മിസ്റ്റർ ടി.എ. ജോസഫ്, താങ്കളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബിജു മാത്യു എബ്രഹാം എന്നൊരു ക്രിമിനലിനെ താങ്കൾക്ക് പരിചയമുണ്ടോ? ബിജു മാത്യു എബ്രഹാം ക്രിമിനൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആർക്കും മനസ്സിലാവും ആരാണ് ബിജു മാത്യു എന്നുള്ളത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചരിത്രം അറിയുന്നതിന്റെ മുന്നേ എല്ലാവരും അറിയേണ്ട ഒരു പേരാണ് ബിജു മാത്യു എബ്രഹാം. അമേരിക്കൻ ജയിലിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇന്ത്യയിൽ വരുന്നു. 2015 അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ നിരവധി തട്ടിപ്പും വഞ്ചനയും ഡ്രഗ്സ് ബിസിനസ്സും എല്ലാം ചെയ്തതിനു ശേഷം 2021 അദ്ദേഹം വീണ്ടും മരണപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം കൊളംബിയയിലുണ്ടെന്ന് കേട്ടിരുന്നു. 2021 മുതൽ 2025 കൊളംബിയൻ ജയിലിലുണ്ടെന്ന് കേൾക്കുന്നു. ആരാണ് ബിജു മാത്യു എബ്രഹാം എന്നുള്ളതിന് മറുപടി പറയേണ്ടത് ടി.എ. ജോസഫ് പറയണം. അവരുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നിങ്ങൾക്കുണ്ടോ? വളരെ കോൺഫിഡന്റോട് കൂടിയിട്ടാണല്ലോ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ. ഞങ്ങൾക്ക് ആരുമായിട്ടും ഒരു ഇടപാടില്ല, ഞങ്ങൾക്കൊരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എന്റെ ചോദ്യത്തിന് ഒന്ന് മറുപടി പറയൂ നിങ്ങൾ. നമസ്കാരം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം CJ റോയ് എന്ന് പറയുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ മരിച്ചത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതാണ്. അതിനെ ആസ്പദമാക്കി കുറേ ദുരൂഹതകൾ എനിക്ക് കിട്ടിയിരുന്നു. കാരണം അന്ന് CCTV ദൃശ്യങ്ങൾ വരാതിരിക്കാൻ എന്തുകൊണ്ട് അത് ഓഫ് ചെയ്തു എന്നുള്ള ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഒരിക്കലും നെഞ്ചിന് വെടിവെച്ച് മരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പിന്നെ വലിയ ദുരൂഹതയുണ്ട്. ഈ ദുരൂഹതകൾ ഇങ്ങനെ പല വിവരങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദുബായിൽ നിന്നും, അതേപോലെ ഡൽഹിയിൽ നിന്നും, അതേപോലെ ബാംഗ്ലൂരിൽ നിന്നും, ഇതിന് കേരളത്തിൽ നിന്ന് പോലും. ഇപ്പോഴിതാ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലുമായി, ഒരു വീഡിയോയുമായി ഡോക്ടർ CA ഖാദർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ, UAE പ്രമുഖ ബിസിനസ്സുകാരനാണ്. ശാന്തംപാറ എസ്റ്റേറ്റിന്റെ ഉടമയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ മുമ്പ് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കിപ്പോൾ കിട്ടുകയുണ്ടായി. അദ്ദേഹം പറയുന്ന വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അധോലോക മാഫിയപ്പെട്ട, അതായത് ബിജു മാത്യു എബ്രഹാം എന്ന പേര് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ആ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അധോലോക മാഫിയ എന്നുള്ള ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ട് കൊളംബിയ ജയിലിൽ കിടന്ന മലയാളിയായ ഒരു ക്രിമിനലാണ്, ഗുണ്ടാ മാഫിയ തലവനാണ്, അധോലോക മാഫിയ തലവൻ, ഇന്റർനാഷണൽ മാഫിയ തലവനാണ് ഈ ബിജു മാത്യു എബ്രഹാം. ഈ ബിജു മാത്യു എബ്രഹാമും ടി.എ. ജോസഫും അതേപോലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയായിരുന്ന CJ റോയുമായിട്ടുള്ള ബന്ധമെന്താണ്? ആ ബന്ധത്തിലൂടെ പല കഥകളും പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുമെന്നാണ് ഇപ്പോൾ ഡോക്ടർ CA ഖാദർ പറഞ്ഞിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ അദ്ദേഹം ശാന്തംപാറയിൽ ബിസിനസ് നടത്തുന്ന അദ്ദേഹം വിദേശത്ത് അദ്ദേഹത്തിന് വലിയ ബിസിനസ് ബന്ധങ്ങളുണ്ട്. അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള കുറഞ്ഞ കാര്യങ്ങളാണെങ്കിലും വലിയ ദുരൂഹതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധ്യതയുള്ള പല ഞെട്ടിക്കുന്ന തെളിവുകളും പുറത്തു വരാൻ സാധ്യതയുള്ള, CJ റോയുടെ അധോലോക ബന്ധങ്ങളെക്കുറിച്ച് സത്യസന്ധമായി പുറത്തു വരാൻ സാധ്യതയുള്ള, ടി.എ. ജോസഫിന്റെ ബന്ധങ്ങളെക്കുറിച്ച് വിവരങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു നീണ്ട വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ കേട്ടതൊന്നുമല്ല സത്യം, കണ്ടതൊന്നുമല്ല സത്യം. നമ്മൾക്ക് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളല്ല സത്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പലതിൻ്റെയും നമുക്കറിയാം. എൻ്റെ അടുത്ത് ഈ അടുത്ത സമയത്ത് ജെയിംസ് മണിമല എന്ന് പറയുന്ന ഒരാൾ എന്നോട് ഒരു ഇന്റർവ്യൂ തരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാചകം എന്താ പറയുക? അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ബെന്നി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കണ്ടത് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സഹോദരന് 33 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു.
ഇദ്ദേഹം കുവൈത്തില് 32 വർഷം ഉണ്ടായിരുന്നു, വിദേശത്ത് 12 വർഷം, കാനഡയിൽ 12 വർഷം ഉണ്ടായിരുന്നു. 44 വർഷം വിദേശത്ത് വർക്ക് ചെയ്ത അവര് ഇവിടെ ആർക്കെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം, വൃദ്ധരായ ആളുകളെ ശുശ്രൂഷിക്കണം എന്നുള്ള പേരിൽ അദ്ദേഹം പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായ കാരണവും ആ പണം ഇൻവെസ്റ്റ് ചെയ്ത് ദേവമാതാ ട്രസ്റ്റിലേക്ക് കൊടുത്തപ്പോൾ ആ ട്രസ്റ്റിന്റെ പേര് സ്ഥലം രജിസ്റ്റർ ചെയ്യാതെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ സ്വന്തം പേര് രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് നടത്തിയതിന്റെ വിവരങ്ങളാണ് എനിക്കുന്നത്. അദ്ദേഹം അതിന് കാരണം പറയുന്നത് അദ്ദേഹം നേരിട്ട് കാണുകയാണ് കുഷ്ഠരോഗികളെ ഇദ്ദേഹം ശുശ്രൂഷിക്കുന്നത്, എന്നാൽ ഇദ്ദേഹം വലിയ തട്ടിപ്പുകാരനാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നെ കേട്ടത്, പിന്നെ എനിക്ക് കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കേസ് ഫയൽ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊന്നും കാണുന്നതെല്ലാം മുന്നിൽ കാണുന്നതല്ല സത്യം, കേൾക്കുന്നതല്ല സത്യം. യഥാർത്ഥ സത്യത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ വളരെ ദുരൂഹതകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ CJ റോയുടെ ഓരോ ഇടപാടുകളും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അത് ഇൻകം ടാക്സുകാരുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണങ്ങൾ ഇൻകം ടാക്സുകാർക്ക് യാതൊരു ബന്ധവുമില്ല, വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു കൊലപാതകമാണ് അവിടെ നടന്നത് എന്നുള്ള സാധ്യതകളാണ് വന്നത്. ആത്മഹത്യയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പത്രക്കാർ കൊടുത്തത് ആരാണ്? യഥാർത്ഥത്തിൽ ആരാണ് പത്രക്കാർക്ക് അങ്ങനെ കൊടുത്തത്? അതുകൊണ്ട് ആ വിശദമായ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ളത് ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ആരാണ് ആ സമയത്തുണ്ടായിരുന്നത്, അവർക്ക് അതിലേക്കുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വെളിച്ചത്തിലേക്ക് വീശുന്ന കാര്യങ്ങളിൽ പോകുമ്പോൾ അതിനു മുമ്പായി നമ്മൾ കാണേണ്ടത് ഒരു സുപ്രധാന വിവരം ഡോക്ടർ CA ഖാദർ യുഎയിലെ പ്രമുഖ ബിസിനസ്സുകാരൻ കൃത്യമായി പുറത്തുവിട്ടിരിക്കുകയാണ്. തന്റെ ഔദ്യോഗികമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പുറത്തുവിട്ട വീഡിയോ ഞെട്ടിക്കുന്നതാണ്. എൻ്റെ പിന്നാമ്പറ കഥകൾ പുറത്തു വരാൻ പോകുന്നതുള്ളൂ, ആ വരുന്ന കഥകൾ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും ധൈര്യപൂർവ്വം തൻ്റെപൂർവ്വം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് TA ജോസഫിന് അതേപോലെ CJ റോയ്ക്ക് അധോലോക ഡ്രഗ് മാഫിയയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ്. കൊളംബിയയിലെ ജയിലിൽ കിടക്കുന്നു എന്ന് പറയുന്ന, ആദ്യം മരിച്ചുവെന്ന് ആദ്യം രേഖയുണ്ടാക്കിയ, വീണ്ടും മരിച്ചുവെന്ന് രേഖയുണ്ടാക്കിയ, ഇപ്പോൾ കൊളംബിയ ജയിലിൽ കിടക്കുന്ന ആ ക്രിമിനലുമായിട്ടുള്ള ബന്ധം ഇവർക്ക് എന്താണ്? നമുക്ക് എന്തായാലും അധിക ദിവസങ്ങൾ കാത്തിരിക്കാതെ തന്നെ അത്തരം അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചുരുളഴിയുമെന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാം. കാരണം എന്തിനും തയ്യാറായിട്ടാണ് CA ജോസഫ് കൃത്യമായി വിവരങ്ങൾ പുറത്തുവിടാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. അത് പുറത്തു വരുന്നതിലൂടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം 8 നിലയിൽ പൊട്ടിത്തകരുമെന്നൊക്കെ ആണെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് എത്രമാത്രം ശരിയല്ല എന്നുള്ളത് CA ഖാദറിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നലെ TA ജോസഫ് പറഞ്ഞ എന്താ, ഞങ്ങൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന TA ജോസഫ് മുമ്പ് ഈ ശാന്തമ്പാറ എസ്റ്റേറ്റിന്റെ പേരിൽ ഒരു എഗ്രിമെന്റ് അടക്കം ഉണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ഈ പറയുന്ന ബിജു മാത്യു എബ്രഹാം വഴി ഉണ്ടാക്കിയിരുന്നു, ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരുന്നു. അവസാനമായി സുപ്രീം കോടതി കോഷ് ചെയ്തപ്പോൾ അത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പം ഇവിടെയെല്ലാം തന്നെ കള്ളരേഖകൾ ഉണ്ടാക്കി, വ്യാജമായ രേഖകൾ ഉണ്ടാക്കി, കോടതികളിൽ കേസ് കൊടുത്ത് അങ്ങനെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന വലിയൊരു മാഫിയ പ്രവർത്തനത്തിന് പിന്നിൽ ഇവരെല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും CJ റോയുടെ മരണം വെറും ഒരു മരണമല്ല, ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് വെളിപ്പെടുത്തുന്ന, തെളിയിക്കുന്ന ചില സംഭവങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. നന്ദി, നമസ്കാരം.